Hi dears, this is AJ from RACE. So MBBS-ന്റെയും BDS-ന്റെയും തേർഡ് അലോട്ട്മെന്റ് ആണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ഏത് റാങ്ക് വരെ ലഭിച്ചവർക്കായിരിക്കും ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ലഭിക്കുക എന്ന് ഇപ്പോൾ പല കുട്ടികളും ആശങ്കയിലായിരിക്കും. എൻ്റെ റാങ്കിന് ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 2023-ലെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും അലോട്ട്മെന്റ് ലഭിച്ച റാങ്കുകാർക്കൊക്കെ ഏകദേശം ഈ വർഷം 2024-ലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന റാങ്കുകളാണ്. മാർക്ക് ഒരിക്കലും കമ്പയറബിൾ അല്ല, കാരണം ഈ വർഷം നിങ്ങൾക്കറിയാം സ്കോർ ഒരുപാട് കുട്ടികൾക്ക് വളരെ ഉയർന്ന രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നീറ്റ് എക്സാമിന്. എന്നാലും റാങ്ക് വെച്ചിട്ട് 2023-ൽ തേർഡ് ഫേസിൽ, അതായത് തേർഡ് റൗണ്ടിൽ MBBS-ന് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ റാങ്ക് വെച്ചിട്ട് ഏകദേശം നമുക്ക് തീർച്ചയായും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് 2024-ൽ ഈ വർഷം സെക്കൻഡ് ഫേസ് കഴിഞ്ഞു അല്ലേ, മക്കൾക്കറിയാം. സെക്കൻഡ് ഫേസിൽ കുറേയധികം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് MBBS സീറ്റുകൾ, കേരളത്തിലെ ഗവൺമെന്റ് MBBS സീറ്റുകൾ ലഭിച്ച, കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 2024 സെക്കൻഡ് ഫേസും ഇത് 2023 സെക്കൻഡ് ഫേസാണ്. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തേർഡ് ഫേസ് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലേ. അപ്പോൾ നോക്കുക, 2024-ൽ 894 റാങ്ക് ഉള്ളവർക്കാണ് SM കാറ്റഗറിയിൽ ഓപ്പൺ വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ചത് 2024-ൽ. എന്നാൽ കഴിഞ്ഞ വർഷം 833 റാങ്കുകാരന് മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഇത്തവണ കുറച്ചധികം റാങ്ക് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്, കുറേ അധികം വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു അല്ലെ. ദെൻ EW കാറ്റഗറി നോക്കുക. EW കാറ്റഗറിയിൽ ഈ വർഷം 2871 റാങ്കുകാരനാണ് സെക്കൻഡ് ഫേസിൽ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം 3200-കാർക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിരുന്നു. അപ്പോൾ EWന്റെ സാധ്യതകൾ കുറച്ച് കുറഞ്ഞു. 3200-കാരനൊക്കെ കഴിഞ്ഞ തവണ സെക്കൻഡ് ഫേസിൽ ലഭിച്ചപ്പോൾ ഇത്തവണ 2800 മാത്രമാണ് ലഭിച്ചത്. ഓക്കെ, അടുത്തത് ഈഴവ കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 1765 റാങ്കുകാരനാണ് ഈഴവ കാറ്റഗറിയിൽ സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ MBBS സീറ്റ് ലഭിക്കുന്നത്. എന്നാൽ ഈ വർഷം 2074 റാങ്കുകാരന് വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, കുറച്ച് റാങ്ക് കൂടി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് മുസ്ലിം കാറ്റഗറിയാണ്. 1157-നായിരുന്നു കഴിഞ്ഞ വർഷം ലഭിച്ചത്. ഈ വർഷം 1229. BH കാറ്റഗറി, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി, കഴിഞ്ഞ വർഷം 2854, ഈ വർഷം 2225. അപ്പോൾ ഇനി അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഈ വർഷം സെക്കൻഡ് ഫേസിൽ ഈ കാറ്റഗറിയിൽ പെടുന്ന കുട്ടിക്ക് 2225 റാങ്കുകാരന് വരെ ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ദെൻ LA കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 3930 ആണെങ്കിൽ ഈ വർഷം 3050-കാരന് വരെ മാത്രമേ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നു LA കാറ്റഗറിക്ക് കൂടുതൽ, ഏകദേശം 4000-ഓളം റാങ്ക് കിട്ടിയവർക്ക് വരെ സെക്കൻഡ് ഫേസിൽ കിട്ടിയപ്പോൾ ഈ വർഷം വെറും 3050-ന് മാത്രമേ കിട്ടിയുള്ളൂ. ആൻഡ് അടുത്തത് DV കാറ്റഗറിയാണ്. 6519 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 6917 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. 10 റാങ്കുകാർക്ക് വരെ ലഭിച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കോർ കമ്പയർ ചെയ്യേണ്ട. സ്കോർ ഇത്തവണ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് VK കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 2039 ഈ വർഷം കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. 2100-കാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് VK കഴിഞ്ഞാൽ BX കാറ്റഗറി. 3084 കഴിഞ്ഞ വർഷം കിട്ടിയത്. എന്നാൽ ഈ വർഷം 4070. അപ്പോൾ അതും കുറച്ച് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ 14530-നായിരുന്നു 2023-ലെ സെക്കൻഡ് ഫേസിലൂടെ അഡ്മിഷൻ കിട്ടുന്നത്. ഇത്തവണ നോക്കുകയാണെങ്കിൽ 14423 വരെ 2024-ൽ കിട്ടി. Then KN category 9025 ആണ് 2023. 2024-ലെ കേസ് എടുക്കുകയാണെങ്കിൽ 9950 വരെയാണ്, ഏകദേശം 10000-ഓളം അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. SC കാറ്റഗറി 13318 ഈ വർഷം 14338. ആൻഡ് ST കാറ്റഗറി കഴിഞ്ഞ വർഷം 21657 ആണെങ്കിൽ ഈ വർഷം 21703-കാർക്ക് വരെയാണ് അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഇത് സെക്കൻഡ് ഫേസ് ആണ്. ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഈ റാങ്കുകാരൊക്കെ ഏത് കോളേജിലുള്ളതാണെന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ
ഈ ഒരു സെക്കൻഡ് ഫേസ് വെച്ചിട്ട് നമുക്ക് തേർഡ് ഫേസിലോട്ട് പോയാലോ? അപ്പോൾ 2024 തേർഡ് ഫേസിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് സ്റ്റിൽ. ബട്ട് 2023 തേർഡ് ഫേസ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി, ഏകദേശം അടുപ്പിച്ച് തന്നെയാണ്. SM എടുക്കുകയാണെങ്കിൽ 833 894 ഏകദേശം ആ 800 റേഞ്ച് തന്നെയാണ് അല്ലേ. അതേപോലെ EW എടുക്കുകയാണെങ്കിൽ 3275, ഇവിടെ 2871, ഒരു 400 റാങ്കിൻ്റെ ഒക്കെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് 2023 തേർഡ് ഫേസ് നോക്കാം. ഓക്കെ, ഇത് 2023 തേർഡ് ഫേസിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ റാങ്ക് ആണ്. അപ്പോൾ നോക്കാം, ഓപ്പൺ വിഭാഗം 864കാരനാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത് തേർഡ് ഫേസിൽ. അപ്പോൾ സെക്കൻഡ് ഫേസിലോ 833 ആയിരുന്നു. ഈ വർഷത്തെ സെക്കൻഡ് ഫേസിൽ 894 വരെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ തേർഡ് ഫേസിൽ ഏകദേശം ഒരു 900,000 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 900-നും 1000 വരെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഒരു 900, 950 ആ ഒരു 900 റേഞ്ചിലാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, പ്രതീക്ഷ മാത്രമാണ്. കാരണം ഞാൻ പറയുന്നത് പ്രിസൈസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരുപാട് അലോട്ട്മെന്റുകൾ നടക്കുന്നുണ്ടല്ലേ. ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, അതേപോലെ ആയുഷ് കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും കൗൺസിലിംഗ് പ്രോസസ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ആയുഷ് കൂടാതെ വെറ്റിനറിയുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് ആയിട്ട് വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൗൺസിലിംഗ് ഒക്കെ നടക്കുക. പിന്നെ BDS ഉണ്ട്. ഓക്കെ, ഈ കോഴ്സുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. ഇത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് സ്ട്രീം ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി മറിഞ്ഞ് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് പറയാൻ സാധിക്കില്ല, എന്നാലും ഏകദേശം ഈ റേഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിന് EW കാറ്റഗറി 2023 3334കാരനാണ് EW കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ 3334 നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഒരു 2871കാരന് വരെ മാത്രമാണ് EW കാറ്റഗറിയിൽ സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഒരു 3000 അല്ലെങ്കിൽ 2900 ആ ഒരു റേഞ്ച് മാത്രമായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഏകദേശം കഴിഞ്ഞ വർഷത്തെ മാത്രം ഇപ്പം മാം പറയാം. ഓക്കെ, കഴിഞ്ഞ വർഷം ഈഴവ കാറ്റഗറി 1822കാരനാണ് തേർഡ് ഫേസിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ 2074 ഓൾറെഡി ഈഴവ കാറ്റഗറിയിൽ ലഭിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പോൾ 2074 ശേഷമായിരിക്കും 2074, 2100, 2200 റേഞ്ചിലായിരിക്കും ഈഴവ കാറ്റഗറിക്ക് ഇത്തവണ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തതിലും ബെറ്റർ ആണ്, ഇംപ്രൂവ്മെന്റ് ആണ് നമ്മുടെ പോസിബിലിറ്റി കൂടി അല്ലെ. മുസ്ലിം കാറ്റഗറി കഴിഞ്ഞ വർഷം തേർഡ് ഫേസിൽ 1313 റാങ്കുകാരനാണ് അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ ഈ വർഷം മുസ്ലിം കാറ്റഗറി 1229 വരെയാണ് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1313 കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം 1313 ഈ റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് BH കാറ്റഗറി, ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 2023 ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 2915 റാങ്കുകാരനാണ് അഡ്മിഷൻ ലഭിച്ചത്. ഈ വർഷം നോക്കിക്കോ, ബാക്ക്വേർഡ് ഹിന്ദു ഓൾറെഡി 2225 റാങ്കുകാരന് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2854 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഫേസ്. അപ്പോൾ നമുക്ക് ഈ ഒരു റാങ്ക് വരെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. 2225 മാത്രമാണ് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ ഇതുവരെ അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ അതിനോടടുപ്പിച്ചൊരു റാങ്ക് മാത്രമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, കഴിഞ്ഞ വർഷം 2854 വരെ ബാക്ക്വേർഡ് ഹിന്ദുവിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് തേർഡ് അലോട്ട്മെന്റിൽ 2915 വന്നത്. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല, വെറും 2225 മാത്രമാണ് സെക്കൻഡ് ഫേസിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് LA കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 3930 വരെ സെക്കൻഡ് ഫേസിൽ കിട്ടിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷം 3050 റാങ്കുകാരന് മാത്രമാണ് LA കാറ്റഗറിയിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ LA കാറ്റഗറി ഒരിക്കലും 4698 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ 3050കാരന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനോടടുപ്പിച്ചൊരു റാങ്ക് മാത്രമായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഒരു 3500 അത്രയൊക്കെ, 3500, 3800 ഒക്കെ മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കൂ. പ്രതീക്ഷ മാത്രമാണ്. യെസ്, നെക്സ്റ്റ് വൺ DV കാറ്റഗറി. കഴിഞ്ഞ വർഷം 6519 റാങ്കുകാരന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് DV കാറ്റഗറിയിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷത്തെ DV കാറ്റഗറിയുടെ അവസ്ഥ. 6917 വരെ ഈ വർഷം 2024 സെക്കൻഡ് ഫേസിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം 6519 അല്ല, നമുക്കൊരു 7100 ഒക്കെ വരെ എക്സ്പെക്ട് ചെയ്യാനുള്ള
നമുക്ക് പ്രതീക്ഷിക്കാനുള്ള അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം DV കാറ്റഗറിയിൽ 6519 മാത്രമേ കിട്ടിയുള്ളൂ സെക്കൻഡ് ഫേസ്. പക്ഷെ ഈ വർഷം 6917 ഓൾറെഡി സെക്കൻഡ് ഫേസിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ റാങ്ക് അല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. മേ ബി ഒരു 7000 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ VK കാറ്റഗറി. കഴിഞ്ഞ വർഷം VK കാറ്റഗറിക്ക് 2154 റാങ്കുകാരനായിരുന്നു ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിച്ചത്. അപ്പൊ നോക്കിക്കോ മക്കളെ, VK കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈ വർഷം 2100 വരെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്യാം. 2100 അല്ല, ഒരു 2200 2300 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാനൊരു 2250 എഴുതുകയാണ്. ഓക്കെ, കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ആൻഡ് നെക്സ്റ്റ് വൺ BX കാറ്റഗറിയാണ്. BX കഴിഞ്ഞ വർഷം സെക്കൻഡ് ഫേസ് 3084 കിട്ടുന്നത്. പക്ഷെ ഈ വർഷം നോക്കുക, ഓൾറെഡി 4000 റാങ്കുകാരൻ എവിടെ കിട്ടിയിട്ടുണ്ട്? സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ BX കാറ്റഗറിക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഏകദേശം 1000 റാങ്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും BXന് നമുക്കൊരു 1000 റാങ്ക് മുന്നോട്ട് എക്സ്പെക്ട് ചെയ്യാം. ഒരു 4000 അല്ലേ, 4000 നമുക്ക് നിർത്താം. ഓക്കെ, ഒരു 4000 റാങ്കുകാർക്ക് ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അല്ല, 4000 വേണ്ട, 4700 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലേ. അപ്പോൾ ഒരു 4500 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4200 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് KU കാറ്റഗറി. KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈ വർഷം 14423 മാത്രമാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഫേസ് 14530 കിട്ടിയിരുന്നു. വലിയ വ്യത്യാസമില്ല, ഒരു 50-60 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ KUന് ഇവിടെയും നമുക്കൊരു 50-60 റാങ്ക് ഒരു വ്യത്യാസം പ്രതീക്ഷിക്കാം. ഒരു 14530 പകരം ഒരു 14600 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ KU കാറ്റഗറിയിൽ ഒരു 14600 താഴെ ഒരു 14590 580 ഒക്കെയാണ് നിങ്ങളുടെ റാങ്കെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ KN കാറ്റഗറിയാണ്. കഴിഞ്ഞ വർഷം 9025 അഡ്മിഷൻ ലഭിക്കുന്നത് തേർഡ് അലോട്ട്മെന്റോടെ. യെസ്, ഈ വർഷം നോക്കുകയാണെങ്കിൽ KN ഓൾറെഡി 9950 അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, സന്തോഷ വാർത്തയാണല്ലേ. അപ്പോൾ 9950 അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു 10,000 വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഞാനൊരു 9980 എഴുതുകയാണ്. ഓക്കെ, ഈ റാങ്കുകാർക്ക് വരെ ഈ വർഷം പ്രതീക്ഷിക്കാം. ആൻഡ് അടുത്തത് SC ആൻഡ് ST കാറ്റഗറി. SC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13377 കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ 14338 വരെ സെക്കൻഡ് ഫേസിൽ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 13318 സെക്കൻഡ് ഫേസിൽ കിട്ടിയത്. അപ്പം ഏകദേശം ഒരു 100 റാങ്കിന്റെ ഡിഫറൻസ്. യെസ്, ഏകദേശം ഒരു 13000 14000 ആണ്. അപ്പോൾ 1000 റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ട്. 1000 റാങ്ക് SC കാറ്റഗറിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 13377 ഞാനൊരു 13400 ഒക്കെ, അല്ലെങ്കിൽ ഒരു 13400 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു 13400 ഈ വർഷം, സോറി 13000 അല്ല 14000. യെസ്, ഇതൊക്കെ കാരണം 14338 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 14500 ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ ST കാറ്റഗറിയാണ്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21657 2023 തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ 21703 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 21703, അപ്പോൾ 27800 ഒക്കെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇതൊരു എക്സ്പെക്ടേഷൻ മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇതൊന്നും പ്രിസൈസ് അല്ല. യെസ്, എന്നാൽ കൂടി 2023 തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റാങ്ക് ലിസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇത് സെക്കൻഡ് ഫേസിൽ നമ്മൾ കമ്പയർ ചെയ്തതാണ്. ഓക്കെ, സെക്കൻഡ് ഫേസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം എല്ലാം മാച്ചിങ് ആണല്ലേ, ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്നതാണ് റാങ്കുകൾ. അപ്പോൾ തേർഡ് ഫേസും എന്ത് തന്നെയായിരിക്കും? 2023 നമ്മുടെ കയ്യിലുണ്ട്, 2024 നമുക്ക് അവൈലബിൾ അല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സോ റിസൾട്ട് എന്തായാലും ഉടനെ ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുക തേർഡ് ഫേസിന് വേണ്ടി. തേർഡ് ഫേസ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇനി സ്ട്രേ വേക്കൻസി മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലേ. സ്ട്രേ വേക്കൻസിയിൽ വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമായിരിക്കും. യെസ്, അവസരങ്ങൾ കിട്ടിയില്ല എന്ന് കരുതി മക്കൾ ഒരിക്കലും വിഷമിക്കരുത്. നമ്മുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട്. അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ചൊരു സീറ്റ് ലഭിക്കട്ടെ. ഇല്ലെങ്കിൽ കൂടി വിഷമിക്കരുത്. ഒരു വർഷം പോയാൽ കൂടി, നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ കൂടി
നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിന് നിങ്ങൾ എത്ര സമയം എടുക്കുന്നു എന്നതിലല്ല കാര്യം. എത്ര സമയം എടുത്താലും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ എത്തിച്ചേരാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. അത് ഈ വർഷമായാലും ഇനി വരുന്ന വർഷങ്ങളിലായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വൈറ്റ് കോട്ട് നിങ്ങൾക്ക് സ്വന്തമായി ലഭിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.